ഹലോ ഗൈസ്, കഥ എന്തറിയോ? ഇപ്പോൾ രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഒരു ടേക്ക് എവേ ആണ്. ടേക്ക് എവേ എന്ന് പറഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റുകൾ അധികം ഈ സിറ്റ് ഇൻ സീറ്റ് ഉണ്ടായില്ല. പകരം ടേക്ക് എവേ ഓർഡർ ചെയ്തിട്ട് ഈ ജസ്റ്റ് ഈറ്റ് അതേപോലെ പിന്നെ ഊബർ ഈറ്റ്സ് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഡെലിവറി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചില റെസ്റ്റോറൻറ്റുകളിൽ അവർ തന്നെ സ്വന്തമായിട്ട് ഡ്രൈവേഴ്സിനെ വെച്ചിട്ട് അവർ ഡെലിവറി ചെയ്യും. അപ്പം അങ്ങനെ പിന്നെ ഇതെൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ എന്താ പറയുക, ഇമോഷണൽ ഡാമേജ് ആയൊരു പ്ലേസാണ്. കാരണം എന്താ വെച്ചാൽ ഫുൾ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ പിന്നെ 45 പൗണ്ടാണ് എന്നോട് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ 45 പൗണ്ട് പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു 5,000-6,000 രൂപ വരും ഇന്ത്യൻ മണി ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. പിന്നെ ആദ്യ ദിവസം തന്നെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ പൊട്ടറ്റോൻ്റെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും അവിടെ. ഇപ്പോൾ പൊട്ടറ്റോനെ ഫുൾ പൊട്ടറ്റോ ആണ്. അപ്പോൾ ആ പൊട്ടറ്റോനെ ഒരു ചാക്കിലാണ് വരിക. അപ്പോൾ ആ ബാഗ് ഇതാക്കിയിട്ട് അവിടെ ഒരു മെഷീൻ ഉണ്ട്. അപ്പോൾ അതിനെ അവർ ഈ പീസായിട്ട് എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഈ മെഷീനിൽ അതിങ്ങനെ ഇട്ട് കുറേ പ്രോസസ്സാണ്. ആദ്യം അതിൻ്റെ ഈ പൊട്ടറ്റോനെ പീൽ ചെയ്യും. പിന്നെ അതിന് ശേഷം പിന്നെ എന്താ പറയുക, ഈ മെഷീനിലൂടെ വന്നിട്ട് ചെറിയ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു വലുപ്പത്തിലായിട്ട് മാറുന്നതാണ്. അപ്പം അങ്ങനെ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യണം, അങ്ങനത്തെ ഓരോ പണികൾ. പിന്നെ കുറച്ച് കട്ടിങ്സൊക്കെ ഉണ്ടാവും. പിന്നെ മൊത്തം രണ്ടാമത്തെ ദിവസം എന്നെ കൊണ്ട് മൊത്തം അവിടെയുള്ള എല്ലാ ഫ്രീസറും തുടപ്പിച്ച് ഫ്രീസറിൻ്റെ ഉള്ളിൽ പിന്നെ മൊത്തം തുടപ്പിച്ച്, ഉള്ളും പുറവും പിന്നെന്താ പറയുക, അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണം, എന്നിട്ട് പിന്നെയും തുടക്കണം. അങ്ങനെയൊക്കെ ഒരു ഹാർഡ് ടൈം ആയിരുന്നു. ഇങ്ങനെ രണ്ടാമത്തെ ദിവസം പിന്നെ പണി കഴിഞ്ഞ് എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇവിടെ ലാസ്റ്റ് സമയത്ത് പോകാൻ ഷോപ്പ് ക്ലോസ് ചെയ്യാനായ സമയത്താണ്. അപ്പോൾ വീഡിയോ ലെങ്ത് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, സി യു.